ഞാൻ പറഞ്ഞു വന്നത് എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവോട് ചോദിച്ച് നാം സന്താനം അള്ളാഹുവോട് ചോദിക്കണം. കാരണമായി പെണ്ണ് കിട്ടണം, എന്നാലേ സാലിഹായ സന്താനം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നാം ഭക്ഷണം അള്ളാഹുവോട് ചോദിക്കണം. ആ ഭക്ഷണം ലഭിക്കാൻ നാം സാധാരണ നാം സമീപിക്കാറുള്ളത് പോലെ സമീപിക്കണം. അതുപോലെ അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കുന്ന നബി തങ്ങളെ സമീപിച്ചതുപോലെ, അതുപോലെ മുഇസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ സഹായിക്കുന്ന അംബിയാ ഔലിയാക്കളെ ഇസ്തിഗാസ നടത്തണം എന്നുള്ളതാണ്. പിന്നെ തർക്കമുള്ളതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ നിസ്കാരം പറഞ്ഞിട്ടൊരു സംഭവമേ വേണ്ട. കാരണം നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നു, കാണാതായി കളത്ത് കുടുങ്ങിയിട്ട് എങ്ങനെ പോയൊരു മൗലവിയുണ്ട് ചേകന്നൂര് പറഞ്ഞിട്ട് ഒരാള്. ആ ചേകന്നൂര് മൗലവി പറയുന്നത് 3 നിസ്കാരം എന്നാണ്. അതുപോലെ തന്നെ വേറെ കള്ളത്തരീക്കത്തേര് പറയുന്നത് തീരെ നിസ്കരിക്കേണ്ടെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ എല്ലാം ഒഴിവാക്കി നിന്നിട്ട് അള്ളാനെങ്ങനെ മാത്രം ഓർത്താൽ മതിയോ? തർക്കമുള്ളതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ കുട്ടികൾ ഐസിമിയമാക്കി പോര് മാത്രം ബാക്കിയുണ്ടാവും. അപ്പൊ ആയതുകൊണ്ട് തർക്കമുള്ളത് എന്നുള്ളത് വസ്തുനിഷ്ഠമായ പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടതും ഇസ്ലാം നിർദ്ദേശിച്ചതുമായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തണം, അത് അംഗീകരിക്കണം. ഇസ്തിഗാസ എന്നുള്ള പ്രമാണബദ്ധിതമാണ് എന്നുള്ളത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി.